السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. ബഹുമാന ആദരവ് നിറഞ്ഞ ഉലമാക്കൾ, നല്ലവരായ ദീനീ സ്നേഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഉമ്മമാരും അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും വളരെയധികം മഹത്വമുള്ള ഒരു മജ്‌ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ ബദരീങ്ങളെ പേര് പറഞ്ഞ ഈ മജ്‌ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അവൻ്റെ കബൂലിയത്തുള്ള അടിമകളിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വന്ദരായ ഞങ്ങളുടെ സ്ഥാപനത്തിലെ മജ്മഅ് ശൈഖ് ജമലുൽ ലൈലി അൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനത്തിലെ മുൻ മുദരിസായിരുന്നു വന്ദരായ സ്വാലിഹ് ഹനീഫി ഉസ്താദ്. അഗാധമായ പാണ്ഡിത്യമുള്ള, എല്ലാ ഫന്നുകളിലും മഹാരിയത്തുള്ള, വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ കഴിവുറ്റ പ്രഗത്ഭ വാഗ്മിയായ വന്ദരായ ഉസ്താദ് ഞങ്ങളുടെ സ്ഥാപനവുമായി ഇന്നും അഭേദ്യമായ ബന്ധമുണ്ട്. പലപ്പോഴും വിനീതനായ എനിക്ക് ഫോണിലൂടെ സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്. 4 മാസം മുമ്പ് ഇവിടേക്ക് വന്ന സമയത്തും അപ്രതീക്ഷിതമായി ഈ നാട്ടിലേക്ക് വന്ന് താൽക്കാലികമായി ഇവിടത്തേക്ക് വന്നതാണ്. മറ്റൊരു ഉസ്താദിന് പകരമായിക്കൊണ്ടാണ് ഇവിടത്തേക്ക് വന്നത്. എങ്കിലും നമ്മളാരും കണക്ക് കൂട്ടുന്നത് പോലെ എല്ലാ കാര്യങ്ങളൊന്നും നടക്കല്. നമ്മളൊക്കെ പലതും കണക്ക് കൂട്ടും, പല ഉദ്ദേശങ്ങളും നമുക്കൊക്കെ ഉണ്ടാകും. അതൊക്കെ നടന്നോളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എന്താണോ നമ്മിൽ കണക്കാക്കുന്നത് അത് മാത്രമാണ് നടക്കുക. അല്ലാഹുവിന്റെ ഖലാ പ്രകാരമാണ്, അല്ലാഹുവിന്റെ തഖ്ദീർ പ്രകാരമാണ്. വന്യരായ ഉസ്താദ് അവർകൾ എത്രയോ ദൂരത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ദറസ് നടത്തണം, ഇൽമു പഠിപ്പിക്കണം. ഞാനപ്പോഴൊക്കെ പറയും, നിങ്ങൾ ദർസ് നടത്തണം, ദർസ് നടത്താതെ ഒരിക്കലും നിങ്ങൾ നിൽക്കാൻ പാടില്ല.
അതിന് കഴിവുള്ളവർ, ദർസ് നടത്താൻ കഴിവുള്ളവർ ദർസ് നടത്തണം എന്ന് പലപ്പോഴും ഒന്നരായ ഉസ്താദിനോട് ഞാൻ പറയാറുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മുദരിസായി അവിടെ നിന്ന് കുട്ടികളെ ഉപരിപഠനത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ഒന്നരായ ഉസ്താദ് അവർകൾ. കാട്ടൂക്കയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഉസ്താദ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഒന്നുകൂടി നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. 10 വർഷം മുമ്പാണ് ആ മഹത്തായ മജ്മഅ ശൈഖ് ജമലുല്ലൈലി എന്ന ആ മഹത്തായ സ്ഥാപനം അവിടെ തുടക്കം കുറിച്ചത്. ശൈഖ് ജമലുല്ലൈലി എന്ന് പറയുന്നത് വന്യരായ ഉപ്പാപ്പയുടെ നാമമാണ്. ഉപ്പാപ്പ മറവിട്ട് കിടക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ജുമാഅത്ത് പള്ളിയുടെ മുൻവശത്ത് ആലു ജമലുല്ലൈലി മക്കാമു ഷരീഫിലാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് പരിചയമാവാൻ വേണ്ടി ഞാൻ പറയുന്നു. ഖാജൂര് തങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആ മഹാനായ തങ്ങളവറുകളുടെ വന്യ പിതാവാണ് ശൈഖ് ജമലുല്ലൈലി തങ്ങൾ. മഹാനായ ഖാജൂര് തങ്ങളുടെ റൂസിന്റെ ദിവസമാണ് കഴിഞ്ഞ ദിവസം. ഷഅബാൻ 22-നാണ് മരിച്ചത്, വഫാത്തായത്. കാലങ്ങളോളം 10-30 വർഷക്കാലം കാജൂരിൽ മുദരിസായി നിന്ന മഹാനായ സയ്യിദ് അവർകൾ, സൂഫി വര്യനായ മഹാനായ സയ്യിദ് അവർകൾ, അവരും മറവിട്ട് കിടക്കുന്നത് വെളിമുക്ക് ജുമാഅത്ത് പള്ളിയുടെ മുൻവശത്തുള്ള ആലു ജമലുല്ലൈലി മക്കാമു ഷരീഫിലാണ്. അവരുടെ പിതാവാണ് വന്യരായ ഉപ്പാപ്പ ശൈഖ് തങ്ങൾ. ധാരാളം കശ്ഫ് കറാമത്തിന്റെ ഉടമയാണ്. ആ മഹാനായ സയ്യിദ് അവറുകളുടെ പേരിൽ അവിടുത്തെ പേരമക്കളായ ഞങ്ങൾ പടുത്തുയർത്തിയ സ്ഥാപനമാണ് കാട്ടൂക്കയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം 25 കുട്ടികളെ കൊണ്ട് തുടങ്ങി. അൽഹംദുലില്ലാ 100ഓളം കുട്ടികളെ ഇന്ന് നമുക്ക് അവിടെ നിന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നു. യതീമക്കളുമുണ്ട്, അഗതികളുണ്ട്, ഹാഫിലീങ്ങളുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് ഹാഫിലീങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചു. അതുപോലെ ധാരാളം ആലിമീങ്ങളെയും ഉപരിപഠനത്തിന് വേണ്ടി കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് കൂടുതലാക്കി കൊടുക്കുമാറാവട്ടെ. ഇനിയും ആ സ്ഥാപനത്തിൽ നിന്ന് ധാരാളം ആലിമീങ്ങളെ ഉപരിപഠനത്തിന് വേണ്ടി പറഞ്ഞയക്കണം, ഹാഫിലീങ്ങളെ വാർത്തെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി എല്ലാ മുഅ്മിനീങ്ങളും ദുആ ചെയ്യണം. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, മുത്തഅല്ലിമീങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എല്ലാ ഉമ്മമാരും ദുആ ചെയ്യണമെന്ന്, ഉപ്പമാര് ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ഥാപനത്തെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ധാരാളം മുഅ്മിനീങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സ്ഥിരമായ ഒരു വരുമാനങ്ങളൊന്നും അതിനില്ല. അത് മുന്നോട്ട് പോകുന്നത് ഉപ്പാപ്പമാരുടെ ആത്മീയമായ മദദ്, അതോടുകൂടെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ആത്മാർത്ഥമായ ദുആ, മുഅ്മിനീങ്ങളുടെ സഹകരണം, അതുകൊണ്ടാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറാത്ത് ബറകാത്ത് ഏറ്റി നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. സ്ഥാപനത്തിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ഉണർത്തുന്ന ഒരു ആയത്തുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ ഉലമാക്കളാണ്.
തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് ഉലമാക്കളാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ഉണർത്തുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ, ചെറിയ ചെറിയ മക്കൾ ഇവിടെ ഉണ്ട്. ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് ഇവരൊക്കെ. നമുക്ക് പേരുദോഷമാവാൻ പാടില്ല. നമ്മുടെ മക്കൾ നമുക്ക് പേരുദോഷമാകുന്ന മക്കളാവാൻ പാടില്ല. വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഉമ്മയെ ശകാരിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച മക്കൾ, മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത സന്ദർഭങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെയധികം ഗൗരവമായി മനസ്സിലാക്കണം. ധാർമ്മിക ബോധമുള്ള മക്കളാവണം. വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, ഉസ്താദുമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതൊക്കെ മനസ്സിലാക്കുന്ന ധാർമ്മിക ബോധമുള്ള മക്കളാവണം നമ്മുടെ മക്കൾ. അല്ലെങ്കിൽ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടാൽ നാട്ടിനും ഉപദ്രവമാകും, ദീനിനും ഉപദ്രവമാകും, നാട്ടുകാർക്കും നമ്മുടെ മക്കൾ ഉപദ്രവമായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല ദീനിന് ഉപകാരമുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസമുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പള്ളി ദർസുകളിൽ നമ്മുടെ മക്കളെ പഠിക്കാനുള്ള അവസരം നമ്മൾ അതിനുണ്ടാക്കി കൊടുക്കണം. ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും ഞാൻ പറഞ്ഞതാണ്, മക്കൾക്ക് ഒരു പക്ഷേ ചെറിയ മക്കൾക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടാവുകയില്ല. ഒരു വർഷമോ 2 വർഷമോ ഒക്കെ പഠിച്ച് ആ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന എത്രയോ മക്കളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, തഅല്ലംനൽ ഇൽമ ലിഗൈരില്ലാ ഫഅബാ അൻ യകൂനൽ ഇൽമു ഇല്ലാ ലില്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. തഅല്ലംനൽ ഇൽമ ലിഗൈരില്ലാ, അല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇൽമു പഠിച്ചത്. ഉസ്താദിന് വേണ്ടിയിട്ടോ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടോ ആരുടെയൊക്കെ നിർബന്ധത്തിന് വാങ്ങിക്കൊണ്ടാണ് ഇൽമു പഠിച്ചത്. പക്ഷേ ഇൽമ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഇൽമ് അല്ലാഹുവിനുള്ളതായി മാറി. ആ നിലക്കെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കണം. നമ്മുടെ മക്കൾക്ക് ബോധമില്ല. ചെറിയ മക്കളാകുമ്പോൾ ഇൽമ് പഠിച്ചാൽ പഠിച്ച് വളർന്ന് ഉയർച്ചയിലേക്ക് എത്തും എന്ന ബോധം അവർക്കില്ല. കളിയുടെ പ്രായമാണ്, മക്കൾക്ക് കളിയുടെ പ്രായമാണ്. അതുകൊണ്ട് തന്നെ എന്റെ നല്ലവരായ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, നമ്മളാണ് ബോധവൽക്കരണം നൽകേണ്ടത്. മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അതിനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കാണ്. അതുകൊണ്ട് തന്നെ സാന്ദർഭോചിതമായി ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട രക്ഷിതാക്കളായ നമ്മളൊക്കെ നമ്മുടെ മക്കളെ മദ്രസയിലെ കേവലം 5ാം ക്ലാസ് കൊണ്ടോ 10ാം ക്ലാസ് കൊണ്ടോ മതിയാക്കാൻ പാടില്ല. മദ്രസ കഴിഞ്ഞാൽ 10 വരെയാണ് ഇവിടെ മദ്രസയുള്ളതെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പഠിപ്പിക്കണം. എത്ര പഠിച്ചാലും പഠനം പൂർത്തിയാകുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമിന്റെ ഉറവിടമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ദുആ ചെയ്തത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, നബി തങ്ങളോട് പറയാൻ പറഞ്ഞതാണ്. റബ്ബി സിദ്നി ഇൽമാ, ഇൽമിനെ കൂടുതലാക്കി തരാൻ. അപ്പൊ നമ്മുടെ മക്കൾ ഒരിക്കലും തന്നെ ഒരു 10ാം ക്ലാസ് പഠിച്ചത് കൊണ്ട് പഠനം പൂർത്തിയായി. എന്റെ മോന് 10 വരെ പഠിച്ചിരിക്കുന്നു,
എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനൊന്നുമില്ല. അതൊന്നും ഒന്നുമല്ല. അതിന്റെ മുകളിലേക്ക് ഇവിടെയുള്ള ഉസ്താദുമാരോട് ചോദിച്ചാൽ അറിയാ, കിതാബ് ഓതിയിട്ട് പള്ളി ദർശനം പൂർത്തിയാവൂല. പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യണത്? ഒരു നിലക്കും കിതാബ് ഓതി പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ഹാലിമായി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയൂല. പിന്നെ അറബി വായിക്കാനുള്ള, അത് അർത്ഥം വെക്കാനുള്ള ഒരു മലക്ക, ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് പള്ളി ദർസുകളിൽ നിന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നടക്കുന്നത്. അതല്ലാതെ കിതാബുകൾ ഓതി തീർത്തുകൊണ്ട് ബിരുദം കൊടുക്കാൻ, ഒരു സനത് കൊടുക്കാൻ ഒരു കോളേജിലും സാധിക്കൂല, എവിടെ കൊടുക്കലുമില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്? മറ്റുള്ള കിതാബുകൾ നോക്കി മനസ്സിലാക്കാനുള്ള, വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള മലക്ക ഉണ്ടാക്കി തീർക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് എന്റെ നല്ലവരായ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, കേവലം 10ാം ക്ലാസ് കൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല. അതിന്റെ അപ്പുറത്തേക്ക് പള്ളി ദർസുകളിൽ നമ്മൾ പഠിപ്പിക്കണം. മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസം നൽകുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. പഠിക്കാനുള്ള അവസരങ്ങൾ എത്രയോ ഉണ്ട്. നമ്മൾ അവിടെ പഠിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വന്യരായ ഉസ്താദ് അവർകൾ ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. ഇവിടെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കാം. വന്യരായ ഉസ്താദ് അവർകൾ അടുത്ത വർഷം എന്നോട് പറഞ്ഞ് 10 കുട്ടികളെങ്കിലും എടുത്തുകൊണ്ട് ഇവിടെ ദർസ് ആരംഭിക്കണം. ഉസ്താദിന്റെ മുമ്പത്തെ ആഗ്രഹമാണത്, എപ്പോഴുമുള്ള ആഗ്രഹമാണ്. അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പഠിച്ചത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആവേശമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലവരായ നാട്ടുകാരോട് ആദ്യമായി ഞാൻ പറയുന്നത്, നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം നിങ്ങൾ അതിനുണ്ടാവണം. ദറസ് എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഒരു നാട്ടിൽ ഒരു ദറസ് ഉണ്ടായാൽ, ഒരു മുത്തഅല്ലിം ഒരു അക്ഷരം, ഒരു മസ്അല പഠിച്ചാൽ ആ നാട്ടിലുള്ള ഖബറാളികൾക്ക് അഫ്വ് നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തന്നെയുമല്ല നമ്മള് നാട്ടിൽ നിന്ന് ഒരു കുട്ടി പഠിച്ച് വളർന്ന് ആലിമായാൽ ആ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ആരൊക്കെ സഹായിച്ചോ, ആരൊക്കെ ഭക്ഷണം കൊടുത്താലും, ആര് വസ്ത്രം കൊടുത്താലും അതിന്റെ കൂലി ആ കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ, ആ കുട്ടി, ആ മുത്തഅല്ലിമായി പഠിച്ച വ്യക്തി ഭാവിയിൽ ഒരു മുദരിസായി, ആ മുദരിസിൽ നിന്ന് പിന്നീട് കുറെ ശിഷ്യന്മാർ വന്നു, അവര് പിന്നീട് മുദരിസീങ്ങളാകും, അവരുടെ ശിഷ്യന്മാർ പിന്നെ മുദരിസീങ്ങളാകും. അങ്ങനെ കോമ്പലയായിക്കൊണ്ട് അതിങ്ങനെ ദൗറായി പോകുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, എത്ര അങ്ങോട്ട് പോയാലും അതിൻ്റെ ഒക്കെ ആ ഒരു കുട്ടി, ആ ശൃംഖല എത്ര മുന്നോട്ട് പോയാലും അവര് പഠിപ്പിക്കുന്ന ആ ഇൽമിന്റെ പ്രതിഫലം ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ആരൊക്കെ സഹായിച്ചോ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കും എന്നത് നാം മനസ്സിലാക്കണം. അപ്പൊ ജാരിയായ ഒരു സ്വതക്ക പോലെയാണിത്, എത്രയും മുറിഞ്ഞു പോകുന്നില്ല, ഒരു ജാരിയായ സ്വതക്കന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളോട്, ഇവിടെയുള്ള ആളുകളൊക്കെ പൂർണ്ണമായി സഹകരിക്കുന്നവരാണ്. എപ്പോഴും നേരത്തെ ആ ഒരു സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു സംഖ്യ അതിലേക്ക് ക്ഷമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് നമ്മുടെ മജ്ലിസ് നമുക്ക് അവസാനിപ്പിക്കണം. ഇവിടെ സ്വലാത്ത് നടക്കാനുണ്ട്, ദിക്റുകൾ ചെല്ലാനുണ്ട്. പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു മുത്തഅല്ലിം നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ് വെച്ചാൽ
നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്താൽ ആ മുത്തഅല്ലിമ് പിന്നീട് ഭാവിയിൽ ഒരു പള്ളിയിൽ പോയി നിന്നാൽ ആ പള്ളിയിൽ നിന്ന് പഠിപ്പിക്കുന്ന കുട്ടികൾ അതിന്റെ ഒക്കെ കൂലി ഇവിടെ ഭക്ഷണം കൊടുത്ത ആ ഉപ്പാക്ക് കിട്ടുന്നുണ്ട്. അത് മുറിഞ്ഞു പോകുന്നില്ല. അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോയാലും ആ കൂലി ഓരോ അംശവും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ മരിച്ച് കബറിലായിട്ടുണ്ടാവാം, അപ്പോഴൊക്കെ നമ്മുടെ കബറിലേക്ക് ആ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പഠിച്ചത് മഅദനിലാണ്. അന്ന് മഅദനില്ലായിരുന്നു. കോണോപാറയിൽ മഹാനായ ബദ്റുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ അടുക്കലാണ് ഞാൻ പഠിച്ചത്. 10 വർഷം അവിടെ ഞാൻ പഠിച്ചവനാണ്. ഞാൻ പഠിച്ച സമയത്ത് അവിടെ കോണോപാറയിലായിരുന്നു. അന്ന് എനിക്ക് ചോറ് തന്ന ആ വ്യക്തികളൊക്കെ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുഞ്ഞറമാക്ക എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു വ്യക്തി, ആ വ്യക്തി എനിക്ക് എല്ലാ നേരവും ഭക്ഷണം അദ്ദേഹമാണ് തന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ഭക്ഷണം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എത്രയോ തവണ എത്രയോ മജ്ലിസുകളിൽ നിന്ന്, കാട്ടൂക്കയിൽ നടക്കുന്ന മാസാന്ത മജ്ലിസുകളിൽ നിന്ന് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോ ഉസ്താദുമാരും ഒരു വ്യക്തി ആലിമായാൽ ആ ആലിമ് പിന്നീട് ഓരോ മജ്ലിസിൽ നിന്നും ദുആ ചെയ്യുന്ന സമയത്ത് ആ ഉപ്പയെ മറക്കുന്നില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഉമ്മയെ മറക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ദീനുമായി സഹകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വ്യക്തിയെ കൊണ്ട് ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഖൈർ നന്മ അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവൻ ഒരു പണ്ഡിതനാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ നല്ലവരായ ഉമ്മമാരോട്, എൻ്റെ ഉപ്പമാരോട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമു കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ഇൽമും വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ സമ്പത്ത് ധാരാളം വെച്ചു കൊടുത്തു. അതുപോലെ അധികാരവും, ഭരണത്തിനുള്ള അധികാരവും കൊടുത്തു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖൈർ, നിങ്ങൾ തെരഞ്ഞെടുക്കുക, ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമിനെ തെരഞ്ഞെടുത്തു. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇൽമിനെ തെരഞ്ഞെടുത്ത കാരണത്തിന് വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഇൽമു കൊടുത്തു. മാത്രമല്ല വേണ്ടത്ര സമ്പത്ത് കൊടുത്തു. അതുപോലെ ലോകം അടക്കി ഒതുക്കി ഭരിക്കാനുള്ള അധികാരവും രാജാധികാരവും കൊടുത്തു, രാജഭരണവും കൊടുത്തു. ഇത് മൂന്നും കൊടുത്തു. എന്താ കാരണം? ഇൽമിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം, സുലൈമാൻ നബി എങ്ങാനും അവിടെ ഇൽമിനെ തെരഞ്ഞെടുക്കാതെ സമ്പത്തോ അധികാരമോ ആണ് തെരഞ്ഞെടുത്തതെങ്കിൽ നമ്മളൊക്കെ മുമ്പിൽ കാട്ടിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ആ സമ്പത്തിനെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അധികാരത്തെ തെരഞ്ഞെടുക്കും. അങ്ങനെയാണ് സുലൈമാൻ നബി തെരഞ്ഞെടുത്തതെങ്കിൽ അത് മാത്രമായിരുന്നു അല്ലാഹു തആല കൊടുക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് അല്ലാഹു തആല എല്ലാം സുലൈമാന് മൂന്നും അല്ലാഹു തആല കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ 3 മക്കളുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഭൗതികമായ പഠനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും ഭൗതിക പഠനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ആളല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, മുത്തഅല്ലിമീങ്ങളോട്, സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് വിനീതനായ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാനായ ബദ്റുസ്സാദാത്ത് ഉസ്താദ് അവറുകൾ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ് മതവും ഭൗതികവും. മതവും ഭൗതികവും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. രണ്ടും നിർബന്ധമാണ്. ഒരു നാണയത്തിന് ഒരു വശം മാത്രം ക്ലിയർ ആയാൽ മറ്റേ വശം മോശമായി പോയാൽ അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ രണ്ടു വശവും ക്ലിയർ വേണം, എന്നാൽ മാത്രമേ ആ നാണയം കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. എന്ന പോലെ ഒരു വ്യക്തിക്ക് മതവും ഭൗതികവും ഒന്നിച്ചുണ്ടാവണം, എന്നാലേ അവനിക്ക് ആ പഠനം കൊണ്ട് ഉപകാരപ്രദമാകുകയുള്ളൂ. അത് ഉപകാരപ്രദമാവണമെങ്കിൽ, അവൻ പഠിച്ച ഇൽമ് ഉപകാരപ്രദമാവണമെങ്കിൽ മതവും ഭൗതികവും ഒരുമിച്ചുണ്ടാവണം എന്ന് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഭൗതികത്തിന്റെ പിന്നിൽ മാത്രം പോയാൽ ബാപ്പയാരാണെന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവൂല. അദബും ബഹുമാനവും കുരുത്തവും പൊരുത്തവും ഉള്ള മക്കളാവൂല. ഒരു മനുഷ്യനിക്ക് എത്ര ഇൽമുണ്ടായാലും കാര്യമില്ല. അദബ്, ബഹുമാനം, ആദരവ് വേണം. അൽ അദബു മിനൽ ബദ്ഇ ഇലൽ അബദി ദഅബൻ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് എല്ലാ സമയത്തും പതിവായിക്കൊണ്ട് ഉണ്ടാവേണ്ട ഒരു വസ്ഫാണ്, ഒരു വിശേഷണമാണ് അദബ്, മര്യാദ, കുരുത്തവും പൊരുത്തവും എന്നുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്കുണ്ടാവണം. അതുണ്ടായാലേ വാപ്പയാരാണ്, ഉമ്മയാരാണ്, ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, വാപ്പയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതൊന്നുമില്ലെങ്കിൽ, അദബും കുരുത്തവും പൊരുത്തവും ഇല്ലാത്ത മക്കളാണെങ്കിൽ വാപ്പയോട് പെരുമാറേണ്ട രൂപം അവർക്ക് അറിയുകയില്ല. ഉസ്താദുമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്ത് സലാമത്താക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്ന, സമുന്നയ വിദ്യാഭ്യാസം നൽകുന്ന മക്കളിൽ നമ്മൾ ആക്കണം. അതിനുള്ള അവസരം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കിവാമുദ്ദുന്യാ ബി അർബഅത്തി അശിയാഅ, ദുന്യാവിന്റെ നിലനിൽപ്പ് തന്നെ, ഇവിടെ ഭൂമി ലോകം നിലനിൽക്കണമെങ്കിൽ ബി അർബഅത്തി അശിയാഅ, 4 കാര്യങ്ങളെ കൊണ്ടാണ്. ബി ഇൽമിൽ ഉലമാ, ഉലമാക്കളുടെ ഇൽമ്, ഉലമാക്കളുടെ ഇൽമു കൊണ്ടാണ് ദുന്യാവിന്റെ നിലനിൽപ്പ്. അതുപോലെ വസാനി ബിഅദിലിൽ ഉമറാ, ഉലമാക്കൾ മാത്രം പോരാ, ഉമറാക്കളുടെ അദ്ല് വേണം, നീതി വേണം. ഉമറാക്കൾക്ക് നീതി ഉണ്ടാവണം. അതുപോലെ തന്നെ വസാലിസു ബിസഖാവത്തിൽ അഗ്നിയാ, സമ്പന്നരുടെ ധർമ്മവും ആവശ്യമാണ്. ദീനിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം, എന്നാലേ ദുന്യാവിന്റെ നിലനിൽപ്പുള്ളൂ. വറാബിഉ, ഇത് മാത്രം പോരാ. വറാബിഉ, 4ാമത്തെ കാര്യം എന്താണ്? ബിദഅവത്തിൽ ഫുഖറാ, ഫഖീറന്മാരുടെ ദുആ വേണം. ഈ 4 കാര്യവും ഉണ്ടായാൽ മാത്രമേ ദുന്യാവിന് നിലനിൽപ്പുള്ളുവെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഗൗരവമായി രക്ഷിതാക്കൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളാണത് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനെന്ത് വേണം? നമ്മുടെ നാട്ടിൽ ദർസ് നടത്തണം. നമ്മുടെ നാട്ടിൽ മദ്രസ ഭംഗിയായി നടത്തണം. മദ്രസ നടത്തണമെങ്കിൽ നമ്മുടെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കണം. അത് അന്യനാട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാറില്ല. നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർക്ക് അവർക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള ശമ്പളം കൊടുക്കാൻ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഒരുമിച്ച് കൂടൽ നിർബന്ധമാണ്. അവർക്ക് ഫർള് കിഫായയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഒരു ആലിമുണ്ടാകുന്നതിന്റെ വിധി എന്താണ്? എന്താണ് അതിന്റെ വിധി? ഫർള് കിഫായയാണ്.
ഏതുപോലെ മയ്യത്ത് നിസ്കാരം പോലെ നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. നാട്ടിൽ ഒരാൾ മരിച്ചാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ, ആ മനുഷ്യന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കൽ നമുക്കൊക്കെ ഫർള് കിഫായയാണ്. ഒരാളും നിസ്കരിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതേ സ്ഥാനത്ത് ആരെങ്കിലും ഒരാളെങ്കിലും നിസ്കരിച്ചാൽ എല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി പോയി. ഇതാണ് ഫർള് കിഫായ എന്നതുപോലെയാണ് ഒരു നാട്ടിൽ ഒരു ആലിമുണ്ടാവൽ. ഒരാളും ആലിമായിട്ടില്ലെങ്കിൽ, ഇൽമു പഠിച്ച ആരും തന്നെ ഇല്ലെങ്കിൽ, ആ നാട്ടുകാരൊക്കെ കുറ്റക്കാരാകും. അതേ സ്ഥാനത്ത് ഒരാളെങ്കിലും ഉണ്ടായാൽ എല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ നമ്മൾ ആലിമീങ്ങളാക്കണം. ഞങ്ങൾ ഭൗതികമായ പഠനത്തിന് വേണ്ടി നമുക്കൊരു 3 മക്കളുണ്ടെങ്കിൽ ഒന്നിനെ നമ്മളൊരു എഞ്ചിനീയർ ആക്കിയാൽ, അല്ലെങ്കിൽ മറ്റൊന്നിനെ നമ്മളൊരു വക്കീലാക്കിയാൽ, അല്ലെങ്കിൽ ഡോക്ടറാക്കിയാൽ, ഒരുത്തനെങ്കിലും നമ്മളൊരു ആലിമാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എൻ്റെ 2 മക്കളെയും ഞാൻ ആലിമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയൊക്കെ ഇൽമു പഠിക്കുന്ന മക്കളാക്കി അല്ലാഹു ഉയർത്തുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മക്കളാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അപ്പോ നമ്മുടെ നാട്ടിലുള്ള ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ കാട്ടുകുക്കയിലേക്ക് ഞാൻ ആദ്യം പോയ മാതിരിയാണ്. ദർസൊന്നും ഇല്ലാത്തൊരു പള്ളി പറഞ്ഞപ്പോ ആ ഒരു സംഭവം പറയാന്ന് മാത്രം. 23 വർഷം മുമ്പ് കാട്ടുകുക്കയിൽ വന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് ഒരു പള്ളിയിൽ ഖത്തീബ് എന്ന നിലക്കാണ് അവിടത്തേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ ആദ്യം വയനാട് മില്ലുമുക്കില് മുദരിസായിരുന്നു. അവിടത്തെ കുട്ടികൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ കാട്ടുകുക്കയിൽ പോയപ്പോൾ കാട്ടുകുക്കയിൽ ചെറിയൊരു പള്ളിയാ. നേരെ എനിക്ക് ഉസ്താദിന് റൂം തന്നെയില്ല, അകമ്പള്ളിയിലാണ് ഉസ്താദ് കിടക്കുന്നത്. ഞാൻ വന്ന ഉടനെ തന്നെ ആ ഉസ്താദ് നാട്ടിലേക്ക് പോയി. താൽക്കാലികമായി ഒരു റജീബിലാണ് ഞാൻ അങ്ങോട്ട് വന്നത്. താൽക്കാലികമായി നോമ്പ് കയ്യോളം ഒപ്പിച്ച് നിൽക്കാന്നാ കരുതിയത്. അങ്ങനെ ആ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പള്ളി ദർസ്, നല്ലൊരു ദർസിന് സൗകര്യമുള്ള ഒരു പള്ളിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ ഖലാ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉസ്താദ് ഇവിടത്തേക്ക് എത്തിയതുപോലെ അള്ളാഹു കണക്കാക്കിയതേ നടക്കുള്ളൂ. ഞാൻ സത്യത്തിൽ കാട്ടുകുക്കയിൽ സ്ഥിരമായി നിൽക്കണമെന്ന്, ഇത്ര കാലം നിൽക്കണമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പൊ 25 വർഷമായി. ഇത്ര കാലം നിൽക്കണമെന്ന് ഞാൻ കരുതിയതല്ല. ആ റജബില് വന്ന് ഷവ്വാലില് വേറെ ഇവിടെ നല്ലൊരു ജമാഅത്ത് നോക്കിയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. മാത്രമല്ല പാനൂര് തങ്ങളെ കോളേജിലേക്ക് എന്നെ വിളിച്ചിരുന്നു. അന്ന് 4000 റുപ്യ ശമ്പളം തരാന്ന് പറഞ്ഞു. പക്ഷേ കാട്ടുകുക്കയിലുള്ളത് 1850 റുപ്യ അന്നുണ്ടായത്. ഞാൻ എന്തായി, ഈ വിഷയം വന്യരായ ഉപ്പ ഉമർ കോയ തങ്ങൾ ഇന്ന് നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അഥവാ കാജൂരി തങ്ങളുടെ നേരെ അനിയനാണ് എൻ്റെ ഉപ്പ. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മദദ് നമുക്ക് എല്ലാവർക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ ഒരു കോളേജിലേക്ക് എന്നെ മുദരിസായി വിളിക്കുന്നുണ്ട്. കാട്ടുകുക്കയിലാണെങ്കിൽ ദർസ് നടത്താനുള്ള ഒരു സൗകര്യവുമില്ല. മുമ്പ് ദർസില്ലാത്ത പള്ളി ആയതുകൊണ്ട് ആ പള്ളിയിൽ ഒരു കിതാബ് ഒന്നുമില്ല. നമ്മൾ ഉണ്ടായ കിതാബ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സൗകര്യം അവിടെ ഇല്ല. പിന്നെ നമ്മൾ തലക്കുന്ന് അലിഫു മുതൽ തുടങ്ങണം ദർസ് തുടങ്ങണമെങ്കിൽ. അപ്പൊ അത് ഞാൻ പറഞ്ഞ സമയത്ത് എന്നോട് വന്യരായ പിതാവ് പറഞ്ഞു, ദർസ് നടത്താൻ നിങ്ങൾക്ക് കിതാബിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കിതാബിന്റെ ആവശ്യമില്ല, നിങ്ങളടുത്തുള്ള കിതാബ് മതി എന്ന് പറഞ്ഞു. ആ വാതിലടഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ വന്യ പിതാവിനോട് പറഞ്ഞു, ചെറിയ ജമാഅത്താണ്, സാമ്പത്തികമായൊക്കെ വളരെ പ്രയാസപ്പെട്ട ജമാഅത്താണ്. ഞാനൊന്ന് പറഞ്ഞു നോക്കി, അവിടുന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോകണം, മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്ന നിലക്ക്. കാരണം സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം.
ഞാൻ പറഞ്ഞു വളരെ സാധുക്കളായ ജമാഅത്താണ്, വളരെ പ്രയാസമാണ് ഇവിടെ നിൽക്കാൻ. നാട്ടിലേക്ക് വരണമെങ്കിൽ തന്നെ എനിക്കന്ന് നാട്ടിലേക്ക് പോവാൻ തന്നെ നല്ലൊരു സംഖ്യ ചെലവുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ 1850 ഉറുപ്പ്യ കിട്ടുന്നത്. ഈ വിഷയം ഞാൻ വാപ്പയോട് പറഞ്ഞ സമയത്ത് അപ്പോഴും ഉപ്പ എന്നോട് പറഞ്ഞു, ഇന്ന് അവിടെയുള്ള ആളുകൾ സാധുക്കളാണെങ്കിൽ പിന്നീട് അവരൊക്കെ വലിയ സമ്പന്നരായി മാറും. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്തുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നോട് പറഞ്ഞപ്പോൾ ആ വാതിലും അടഞ്ഞു. പിന്നീട് എനിക്ക് അവിടെ നിന്ന് പോവാൻ ഒരു മാർഗവും ഇല്ലാതെ വന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ തന്നെ സ്ഥിരമായി അവിടെ തന്നെ നിന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മജ്മഅ് ശൈഖ് ജമലുല്ലൈലി എന്ന മഹത്തായ സ്ഥാപനം പള്ളി ദർസായിക്കൊണ്ട് അവിടെ തന്നെ 10-12 വർഷം ഞാൻ നിന്നിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് കട്ടൂക്കയിൽ സ്ഥാപനമുണ്ടായത്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ഖലാ എന്താണോ അതേ നടക്കുകയുള്ളൂ. നമ്മളൊന്നും കരുതിയമായില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണോ തഖ്ദീർ ചെയ്തത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഉസ്താദ് ഉദ്ദേശിച്ച വന്യരായ ഉസ്താദ് അവറുകൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരിയായി വളരെ ഭംഗിയായി ഈ നാട്ടിൽ ദറസ് നടത്തുവാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ നല്ലവരായ രക്ഷിതാക്കൾ, നമുക്കറിയാം ഈ നാട്ടുകാരായ ആളുകൾ തന്നെ പൂർണ്ണമായി അതിന് സഹകരിക്കണം, എന്നാലേ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി വേണ്ടത് മുത്തഅല്ലിമീങ്ങൾ വന്നാൽ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കണം. അവർക്ക് നമ്മൾ ഭക്ഷിക്കുന്ന രൂപത്തിൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതിനു വേണ്ടി നിങ്ങൾ ആദ്യം തയ്യാറാവണം. അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഓരോ രക്ഷിതാക്കളും, ഈ നാട്ടിൽ 100 വീടുകളോളം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. 100 വീടുള്ള നാടാണെങ്കിൽ അവിടെ ദർസ് നടത്താൻ എന്ത് പ്രയാസമുള്ളത്. കാട്ടൂക്കയിൽ ഞാൻ വന്ന സമയത്ത് 25 വീടേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അവിടെ ഉള്ളത് ആകെ ഒരു 70 വീടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് 25 വീടേ. ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ദർസ് നടത്തണം, എന്റെ ഒപ്പം കുട്ടികളുണ്ട്, ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ദർസ് വേണം, എന്റെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇൽമിനോട് താല്പര്യമുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ താല്പര്യം കൊണ്ട് തന്നെ വലിയ ഒരു സ്ഥാപനമായി അവിടെ ഉയർത്തുവാൻ നമുക്ക് സാധിച്ചു. നാട്ടുകാരായ ആളുകളുടെ പൂർണ്ണമായ സഹകരണം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ ഖൈറാത്ത് ബറകാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ നല്ലവരായ നാട്ടുകാരോട് ഞാൻ പറയുന്നു, 100 വീടുണ്ടെങ്കിൽ നിങ്ങളൊരു 10 മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. അപ്പോ ഫാറൂഖ് സഖാഫി ഉസ്താദ് ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഖൈറാത്ത് ബറകാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. പിന്നെ പാലിന്റെ ഇസ്മായിലാക്ക ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറാത്ത് ബറകാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആരിഫ് ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറാത്ത് ബറകാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സൈനുദ്ദീൻ അല്ലേ? 10 മുത്തഅല്ലിമീങ്ങൾക്കുള്ള ആദ്യം വേണ്ടത് കിതാബാണ്. കിതാബുമാണല്ലോ പഠിക്കാൻ. അപ്പൊ മുത്തഅല്ലിമീങ്ങൾക്കുള്ള കിതാബുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. സൈനുദ്ദീൻ അല്ലെ? സൈനുദ്ദീൻ ബാംഗ്ലൂർ. മരണപ്പെട്ടു പോയ ഉമ്മാന്റെ പേര്, പിന്നെ ഉപ്പാപ്പ ഉമ്മാമ്മമാരുടെ പേരിൽ അവര് നിയത്താക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സദഖ കബൂലാക്കുമാറാവട്ടെ. അതിന്റെ ഒക്കെ മിസ്ൽ സവാബിനെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഉപ്പയുടെ ഉമ്മാമ്മമാരുടെ ഉപ്പാപ്പമാരുടെ ഒക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ലത്തീഫാക്ക ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും വേണം. അതുപോലെ
ഉമ്മമാര് എല്ലാ നാട്ടിലും ഉമ്മമാരാണ്. ഇതിപ്പോ രക്ഷിതാക്കൾ നിങ്ങൾ ഏറ്റെടുക്കലേ ഉണ്ടാവുള്ളൂ. മുത്താലിമികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഉമ്മമാരാവും. അപ്പൊ ഉമ്മമാര് അത് ആർക്കെങ്കിലും ഉമ്മമാർക്ക് അങ്ങനെ പറയാൻ താല്പര്യമുള്ളവര് ഇൻഷാ അല്ലാഹ് കുട്ടികളോട് പറഞ്ഞയക്കണം. ഉമ്മമാരും ഇതിൽ ഏറ്റെടുക്കണം. നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയത് നമ്മുടെ മക്കളിൽ ഒരാളായിട്ട് നമ്മൾ കാണുക, അത്രമാത്രം. നമ്മുടെ മക്കളിൽ ഒരാളായി അവരെ കണ്ടാൽ മതി. ഇബ്രാഹിക്ക ഒരു മുത്താലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സദഖയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മിഥിലി സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ നാട്ടിൽ അല്ലാഹു ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഒരു മുത്താലിം അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു ആ സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിസ്ല് സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ KC അസീനാറാക്കാന്റെ മോനല്ലേ, മർഹൂം KC അസീനാറാക്കാന്റെ മോനെ മിസ്ബാഹി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊന്ന് ചോറ് വെച്ച എല്ലാ ഭക്ഷണവും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇല്ലാത്തതൊന്നുമില്ല. അത്ര വളരെ സന്തോഷമാകുന്ന രൂപത്തിലാണ്. ആര് കണ്ടാലും വളരെ സന്തോഷമാകുന്ന രൂപത്തിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും ഉമ്മമാര്. അതിൽ അത്രയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറെ പണിയുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം നേരത്തെ എന്നോട് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ദുബൈയിലുള്ള ആളാ. അല്ലാഹു അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബിസിനസ്സുകളിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ മക്കളെ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. കാമിലായ ശിഫ നൽകുമാറാവട്ടെ. ആജിലായ ശിഫ നൽകുമാറാവട്ടെ. പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിനൊക്കെ മിസ്ലു സവാബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആ വീട്ടിലേക്കും ഒരു മുത്തഅല്ലിമിനെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അവരുടെ ഒരു മകൾക്ക് ഒരു പുയാപ്പിള സെറ്റാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ഒരു വരനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. വൈസ് പ്രസിഡന്റ് റസാഖാക്ക ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി ആ സ്വതക്കയെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. പിന്നെ നോമ്പിന്റെ ശേഷം അനീഫ് കാക്കാന്റെ മോളെ കല്യാണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഭംഗിയായി കഴിച്ചു കൂട്ടുവാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ നാട്ടിലുള്ള SSFന്റെ സെക്രട്ടറി അല്ലെ ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്വാലിഹായ മക്കളെ അല്ലാഹു നൽകി ആ വ്യക്തിയെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഇനി ആരാളുള്ളത്? മുത്താലിമിനെ ഏറ്റെടുക്കാൻ പറ്റിയവര്. മുത്താലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ പുണ്യം. നേരത്തെ ഉസ്താദ് അവരെ സംബന്ധിച്ച് വളരെ വിശദമായി പറഞ്ഞതാണ്. ഇനി അങ്ങനെ സംസാരിച്ചുകൊണ്ട് സമയം വഴിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കണം, ദിക്റിലേക്ക് കടക്കണം, ദുആയിലേക്ക് കടക്കണം.
ഒരു വർഷത്തിന്റെ ഡ്രസ് അല്ലെ. നഈബ് കാസിം അല്ലെ. അവര് നഈബ് കാസിമാക്ക ഇവര് ഇഞ്ചി കൃഷി ചെയ്യുന്ന ആളുകളാണ്. ഇവിടൊക്കെ കർഷകർ തന്നെ അല്ലേ, ഇഞ്ചി കൃഷി ചെയ്യുന്ന ആളുകളാണ്. അവര് ഒരു വർഷത്തേക്കുള്ള മുത്തഅല്ലിമീങ്ങളുടെ വസ്ത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ആ സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ കൃഷിയിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അവരുടെ മക്കളെ അല്ലാഹു ആലിമീങ്ങളാക്കട്ടെ, ഹാഫിളീങ്ങളാക്കട്ടെ. അതിൻ്റെ ഒക്കെ മിസ്ലു സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സൈനുദ്ദീൻ ബാംഗ്ലൂർ ബിസിനസ്സുള്ള ആളാണ്. ഒരു മാസത്തേക്ക് മുത്തഅല്ലിമീങ്ങൾക്കുള്ള ചായക്കടി ഇവിടെ വൈകുന്നേരം 2 നേരം ചായക്കുള്ള കടി, പലഹാരക്കടി, ഇപ്പൊ പലഹാരക്കടികൾ ഒരു മാസത്തേക്ക് അദ്ദേഹം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിസ്ലു സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സുകളിലും അല്ലാഹു അവർക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗുണ്ടിഗദ്ദ അബ്ബാസ് ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിസ്ലു സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇനി ആരാണ്ട് എല്ലാവരും പെട്ടെന്ന് ഓരോ ആളുകളും 100 വീടുണ്ടെങ്കിൽ 100 മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം. സത്യത്തിൽ ഈ ഉസ്താദ് 10 മുത്തഅല്ലിമേ പറഞ്ഞിട്ടുള്ളൂ. 100 മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അവിടെ ഇനി ആരാളുള്ളത്? 100 ആളുണ്ടെങ്കിൽ ഏറ്റെടുക്കുന്ന പറഞ്ഞത്. അപ്പൊ ഉസ്താദ് കുട്ടികളെ ബേ ആക്കണം. എത്രയും കുട്ടികൾ വേണം. ലത്തീഫാക്കാന്റെ മകന് ഹാഫിൽ അല്ല. അല്ലാഹു കബൂലാക്കട്ടെ. അദ്ദേഹത്തിന് ഒരു ജോലി, ഖൈറായ ഒരു ജോലി ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനി ഖിദ്മയിലായി ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യം നല്ലത്. ഇവിടെ നമ്മളെ കാട്ടുകുക്കയിലുള്ളത് പോലല്ല, കുറച്ച് കൂടുതൽ തണുപ്പുണ്ട്. അപ്പോ കുട്ടികൾക്ക് ഒല്ലി വേണം, തലയട വേണം, ഇതൊക്കെ ആവശ്യം. ഇവിടേക്ക് ഒരു മുത്താലിം വരണമെങ്കിൽ അതൊക്കെ ആവശ്യം തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അതുപോലെ അവർക്ക് നിൽക്കാനുള്ള സൗകര്യവും വളരെ അത്യാവശ്യമാണ്. ഫുള്ളായിട്ടില്ല, സൗകര്യങ്ങൾ ഫുള്ളില്ലാന്ന് എനിക്ക് മനസ്സിലാണ്. ഫുള്ള് സൗകര്യങ്ങളില്ല. അപ്പൊ നമ്മളൊക്കെ സ്ഥാപനത്തില് ഞങ്ങള് ഓരോ കുട്ടികൾക്കും ബെഡും കട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡബിൾ കട്ടില്. ഇപ്പൊ ഡബിൾ കട്ടില കുട്ടികൾക്ക് 1.5 ലക്ഷം റുപ്യ ചെലവിട്ടുകാണ്ടാ ഞാൻ കട്ടിലുണ്ടാക്കിയത് കുട്ടികൾക്ക്. അപ്പോ ഇപ്പൊ കട്ടില് ഇതൊക്കെ ഇപ്പൊ ഓരോ സ്ഥലത്തുള്ളതാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഒല്ലിയും തലയണും ഒരാള് കരുതിയിട്ടുണ്ട്. ആരാണ്? സൽമാൻ. അവര് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആ സ്വതക്കയെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ എന്ത് ബിസിനസ് ആണെങ്കിലും അവിടെ എല്ലാ ബിസിനസ്സിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. കൃഷിയാണെങ്കിൽ കൃഷിയിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ദാവൂദിന്റെ പേരക്കുട്ടി ഒരു വർഷത്തേക്കുള്ള കുട്ടികൾക്കുള്ള പേസ്റ്റ് അതുപോലെ ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ഷേസാദ് അവര് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയിപ്പോ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ സ്കൂള് കുറെ ദൂരാണ്, ശാല കുറെ ദൂരാന്നാ പറഞ്ഞത്. 9 കിലോമീറ്റർ 8 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്.
അപ്പൊ കുട്ടികൾക്ക് വണ്ടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ ഏതായാലും കഴിയൂല. പിന്നെ ഇപ്പം ഇവിടുന്ന് ലൈന് ബസ്സും ബുദ്ധിമുട്ടല്ലേ, അപ്പൊ ഒരു ബസ്സും ഇല്ല. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു സൗകര്യം നമ്മൾ ആക്കി കൊടുക്കൽ നാട്ടുകാരായ നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ ചെറിയൊരു വാഹനം, ഒരു ഒമ്നി പോലത്തെ എന്തെങ്കിലും മതിയല്ലേ. ഒരു 10 കുട്ടികളെ ഇപ്പൊ ഫസ്റ്റില് ഒരു 10 കുട്ടികളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ 10 കുട്ടികൾക്ക് പോവാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. അതില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. നമ്മൾ പഠിച്ച ആ ഇൽമ് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അത് നഷ്ർ ചെയ്യണമെങ്കിൽ ഭൗതികമായ പഠനം ഇന്ന് വളരെ അത്യാവശ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നാണയത്തിന്റെ 2 വശം പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അത് ഏറ്റെടുക്കണം. ഒരു വാഹനത്തിന്റെ കാര്യം നമ്മൾ ഏറ്റെടുക്കണം. അതായത് ഒരു വർഷത്തേക്കുള്ള ഒരു മുത്തഅല്ലിമിന്റെ വണ്ടി ചാർജ് ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആ സ്വതക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോ ഷഫീഖ് 5000 രൂപ മുത്തഅല്ലിമിന് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മരിച്ചുപോയ ഉമ്മാന്റെ പേരിലാണ് അവര് സ്വതക്ക ചെയ്ത്, അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ. അതിന്റെ മിസ്രി സവാബിന് ആ ഉമ്മയുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കണം. അപ്പൊ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി വാഹനത്തിന്റെ കാര്യം, ഒരു മാസത്തേക്ക് 14,000 റുപ്യാണ് വേണ്ടതല്ലേ. 12,000 റുപ്യാണ് വണ്ടിക്ക് ആവശ്യമായി വരുന്നത്. ഒരു മാസത്തേക്ക് 12,000 റുപ്യാണ് ആവശ്യമായി വരുന്നത്. മുത്താലിമീങ്ങൾക്ക് 5,000 റുപ്യന്റെ പൈസ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സുകളിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. റഷീദ് മർസൂഖി അവരൊരു മുത്തഅല്ലിമിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ. അവരുടെ വീട്ടിൽ അടുത്ത ആഴ്ച ബോറെടുക്കുകയാണ്. നല്ല വെള്ളം കിട്ടണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. അതിന്റെ മിസ്രി സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ആ വാഹനത്തിന്റെ വിഷയം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ഈ നാട്ടുകാരായ ആളുകൾ ഏറ്റെടുക്കണം. CC ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ CC ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് 2313 റുപ്യ VH അബ്ബാസ് അല്ലെ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്രയും കാര്യത്തിലൊക്കെ നിങ്ങൾ സഹകരിച്ചത് കൊണ്ട് ഇനിയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ പൂർണ്ണമായി സഹകരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതലായി ഇനി സംസാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. $3,113 അല്ലെ. നാസിർ എന്ന് പറയുന്ന ഒരു വ്യക്തി 313 റുപ്യ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിസ്രി സവാബിനെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊല്ലത്തേക്ക് ഒരു മുത്തഅല്ലിമിന്റെ വണ്ടി വാടക ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ അരളി കരീം ഭായി അല്ലെ 25,000 റുപ്യ അവരേറ്റെടുത്തിട്ടുണ്ട്. ദർസിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ.
അതിൻ്റെ മിസ്ലി സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയത് ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എത്തിക്കുമാറാവട്ടെ. സ്വർഗീയ പാനീയങ്ങളും ഭക്ഷണങ്ങളും പുതപ്പുകളും പിരിപ്പുകളും എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ഒക്കെ ഖബറിലേക്ക് നൽകിക്കൊണ്ട് അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 1200 പോലെ ഒരു വർഷത്തേക്ക് വണ്ടിന്റെ വാടകയായിട്ട് കുറച്ച് ആളുകൾ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ രൂപത്തിൽ അടുത്ത വർഷം നമുക്ക് ദർസ് ആരംഭിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന ദർസ് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് കാലം നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. ആരാ ഇനി ദർസിന്റെ മുത്തഅല്ലിമീങ്ങളുടെ വണ്ടി വാടക 1200 രൂപ വെച്ച് ഒരു വർഷത്തേക്ക് കൊടുക്കാൻ പറ്റിയവരാരാ? ഒരു മാസത്തേക്ക് 1200 രൂപ, അങ്ങനെ 12,000 വർഷത്തേക്ക്, ഒരു വർഷത്തേക്ക് 12,000, ഒരു മാസത്തേക്ക് 1200 രൂപ. അങ്ങനെ ആരാ കൊടുക്കാൻ ഏറ്റെടുക്കുന്ന ആളുകൾ ആരാ ഉള്ളത്? പെട്ടെന്ന് വേഗം നോക്കി, എന്നിട്ട് വേഗം മജ്‌ലിസിലേക്ക് കടക്കണം, സ്വലാത്ത് തുടങ്ങണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് സ്വാലിഹായ ഒരു മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെന്ത്, വേറെ ആരെങ്കിലും കുറച്ച് ആളുകളും കൂടി ഏറ്റെടുത്താൽ ഓൺലൈനിലൂടെ ആരെങ്കിലും ഉണ്ടാ? സ്ത്രീകളെ ഭാഗത്ത് ആരെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുന്നവര് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സമ്മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം. ഹാരിസ് ഹരളി അല്ലെ, SSF പ്രസിഡന്റ്, അവരൊരു വർഷത്തേക്കുള്ള വണ്ടി വാടക 12,000 രൂപ ഒരു മുത്തഅല്ലിമിനിക്ക് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആ സ്വതക്ക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിസ്ലി സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സക്കരിയ കേസി 3 മാസത്തേക്ക്, ഒരു കുട്ടിന്റെ 3 മാസത്തേക്കുള്ള വണ്ടി വാടക അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അവരുടെ വാപ്പയുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബർസഖിയായ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കുമാറാവട്ടെ. സാജിദ അരളി, SSF ജില്ലാ മെമ്പർ, 3,313 രൂപ മുത്തഅല്ലിമീങ്ങൾ ആവശ്യത്തിന് വേണ്ടി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഫാറൂഖ് ഉസ്താദിന്റെ കെറോഫിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആ സ്വതക്ക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഷബീബ് എന്ന് പറയുന്ന മുത്തഅല്ലിമ് ഈ നാട്ടുകാരനല്ലേ? അവരെ ഒരു വർഷത്തെ മുത്തഅല്ലിമീങ്ങളുടെ വണ്ടി വാടക അല്ലെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ മിസ്ലി തവാബിനെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഉമ്മാക്ക് ആഫിയത്ത് നൽകി ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് അനുഗ്രഹിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. തൗസീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ, ഇവിടുത്തെ ആളല്ലേ?
അള്ളാഹു ഒരു കൊല്ലത്തെ മുത്തല്ലിമീങ്ങൾക്കുള്ള വണ്ടി വാടക അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ മിസ്ലി സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ദിക്ർ സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടാ കുറച്ച് വണ്ടി വാടക കൊടുക്കാനും പറ്റിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഈ ഇവിടെ തുടങ്ങാനിരിക്കുന്ന ആ ദറസിലേക്ക് അവരുടെ വണ്ടിയുടെ വാടകയോ മുത്തല്ലിമീങ്ങളുടെ ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ ദറസിലേക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു സ്വതക്ക നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കരുതണം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ കരുതണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്. മുസ്തഫാന്റെ അളിയനല്ലേ റഹീം, ഒരു വർഷത്തേക്കുള്ള വണ്ടി വാടക അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിയുടെ ഹിഫ്ള് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ, അഭിവൃദ്ധി നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സഫ്വാൻ ഹമീദ് അല്ലെ, 5 മാസത്തേക്കുള്ള വണ്ടി വാടക അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഭക്ഷണത്തിന്റെ ആരെങ്കിലും ഉണ്ടാ? ഭക്ഷണം വണ്ടി വാടക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ മനസ്സിൽ കരുതണം. ഈ നാട്ടിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഞാനിവിടെ വന്നപ്പോ ഇവിടെ ഒരുപാട് ഉസ്താദുമാരെ കണ്ട്. ഈ ഉസ്താദുമാരൊക്കെ പല നാടുകളിലും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാവും. അവരാ നാടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ദർസിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി നിങ്ങളാൽ കഴിയുന്ന കാര്യം, നിങ്ങളാൽ കഴിയുന്ന ഒരു സ്വതക്ക നിങ്ങൾ മുഖേന നിങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ ദർസിലേക്ക് നിങ്ങൾ സംഭരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ നാട്ടിലും ജോലി ചെയ്യുന്നവരാണ്. അവരുടെ നാട്ടിൽ അവർ നമ്മുടെ ദർസിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയാൽ എല്ലാവരും സഹകരിക്കും. നിങ്ങളെല്ലാവരും അതിന് പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ ജമലുല്ലൈലി തങ്ങൾ, വലിയ നാവിന് അസറുള്ള തങ്ങളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ തങ്ങളുടെ കാട്ടുമൊക്കെ പോയാൽ കാണാം, അവിടെ ക്യൂ നിന്നിട്ട് തങ്ങളെ സന്ദർശനത്തിന്. അപ്പോൾ അത്രയും വലിയ തങ്ങൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ വന്ന് കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അവിടുത്തെ നാവിലൊന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അള്ളാഹു താല അതിന് വലിയ ഫലം തരുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ ഹൗലിൻ്റെ അതുപോലെ തന്നെ കാർപ്പറ്റൊക്കെ നേരത്തെ തങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾ സഹകരിക്കണമെന്ന് അറിയിക്കുക. അതുപോലെ ഒരു ഉമ്മ 313 റുപ്യ നമ്മുടെ ദർസിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അവരുടെ ഖൈറായ ഉദ്ദേശം പൂർത്തിയാവുവാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി ആ സ്വതക്കയെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ മിസ്ലി സവാബിന് അവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. $3,313 ഇൻഷാ അല്ലാഹ്. മകന് നല്ലൊരു പെണ്ണ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരാള് പറഞ്ഞതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ പള്ളിയിൽ നേരത്തെ ഞാൻ വന്നപ്പോൾ പറഞ്ഞ്
പരിശുദ്ധ റമദാൻ മാസമാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി സാധാരണ പോലെയല്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ കാർപ്പറ്റ് വളരെ ദയനീയാവസ്ഥയിലാണുള്ളത്. അപ്പം അതൊന്ന് മാറ്റൽ ആവശ്യമാണ്. അതുപോലെ ഹൗദിൻ്റെ പണി അതും നടക്കുന്നുണ്ട്. നമ്മുടെ ഉസ്താദുമാരാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. എല്ലാവരും പരിശ്രമിച്ചാൽ മഞ്ചദ്ദ വജദ, അത് പരിശ്രമിച്ചാൽ എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഉസ്താദുമാരായ നമ്മുടെ നാട്ടുകാരായ എല്ലാവരും അവരവർ ജോലി ചെയ്യുന്ന നാട്ടിൽ നിന്ന് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ സഹകരിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള പള്ളിയുടെ ആ കാർപ്പറ്റിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ ഹൗദിൻ്റെ വിഷയത്തിലൊക്കെ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം നിങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് വിനീതമായി ഞാൻ ഉണർത്തുകയാണ്. റിയാദിൽ നിന്ന് ഷാഫി 5000 സ്കൂളിൻ്റെ വണ്ടിയിലേക്ക്, മുത്താലിമീങ്ങളുടെ വാഹനത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഫാറൂഖ് ഉസ്താദിന്റെ കെയർ ഓഫിലാണ് അത് പറഞ്ഞത്. ജുനൈദ് സഖാഫി നാട്ടിലുള്ള ഒരു സഖാഫിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ആ സ്വതക്ക അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതിൻ്റെ മിസ്രി സവാബിന് അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ തുടങ്ങാല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഇക്ബാൽ മദനി അല്ലേ? പിന്നെ റഫീഖ് 40,000 റുപ്പിക മുത്തഅല്ലിമീങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, എന്ത് കാര്യത്തിനാണെങ്കിലും മുത്തഅല്ലിമീങ്ങളുടെ കാര്യത്തിന് വേണ്ടി അവര് നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആഫത്ത് മുസീബത്തുകളെ തട്ടുന്ന സ്വതക്കയായി ആ സ്വതക്കയെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ മിസ്ലു തവാബിനെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖൈറാത്ത് ബറക്കാത്ത് ഏറ്റി നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അവിടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ